അമ്മേ, ആ എന്തോ പറയാൻ വന്നത് മറന്നുപോയി എന്ന് പറഞ്ഞു. നിങ്ങൾ മകനോട് ഫോൺ ചെയ്ത് പറയാന്നല്ലേ പറഞ്ഞത്? അവനും മറന്നുപോയി എന്നാ തോന്നുന്നത്. വിളിക്കാതെ ടീച്ചറിനോട് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് എന്നോട് കുറച്ച് സംസാരിപ്പിച്ചു. നിങ്ങൾക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതങ്ങനെയല്ല മോനെ. മോനോടൊരു കാര്യം പറയണോന്ന് വിചാരിച്ചത് സത്യം തന്നെയാ. അത് മറന്നു എന്നുള്ളതും സത്യ. അതെന്തായാലും ഓർമ്മ വരുമല്ലോ, അപ്പൊ ഞാൻ പറയാം മോനോട്. അതുപോലെ ആ ടീച്ചറും മോനെ വിളിച്ച പോലെയായി എനിക്ക് തോന്നിയത്. അതുകൊണ്ടാ മോനെ വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞ. അല്ലാതെ ഞാൻ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ട്? അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. വേറെ എന്ത് പ്രശ്നം ഉണ്ടാവാനാ മോനെ? അതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം മറന്നു. നിലമോൾ ഒരു കാര്യം മോനെ തരണോന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. നിലക്കുട്ടി, അതിങ്ങോട്ട് എടുത്തേ. ഈ ഉണ്ണിയപ്പം മോളുടെ കൈകൊണ്ട് തന്നെ കവിന്റെ അച്ഛന് കൊടുക്കും. ഇതാ അങ്കിളുടെ ഫേവറേറ്റ് ഉണ്ണിയപ്പം. വാവ് നില, ഇന്ന് തന്നെ മധുരമുള്ള ഉണ്ണിയപ്പം നീ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നല്ലോ. ഇവിടെന്തിനാ അച്ഛനിങ്ങനെ സോപ്പിടുന്നേ? ഇനിയൊരു സൈക്കിൾ അടിച്ചു മാറ്റുള്ള പരിപാടിയാന്നാ തോന്നുന്നേ. അത് ഞാൻ സമ്മതിക്കില്ല. അങ്കിൾ എടുത്ത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ആ ഇപ്പൊ തന്നെ ഞാൻ കഴിച്ചോളാം. എന്താടാ, എന്തിനാ നിർത്താൻ പറഞ്ഞത്? അച്ഛാ, ആ ഉണ്ണിയപ്പം കഴിക്കല്ലേ. നമുക്ക് വേറെ വാങ്ങി കഴിക്കാം. ഇതിന് ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കടയിൽ നിന്ന് വാങ്ങാവാ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. താ നോക്ക്, എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നീ ഇത് ഉണ്ടാക്കിക്കൊണ്ട് തന്നത്. എനിക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നത് ഞാൻ കഴിക്കാതെ തിരിച്ചു കൊടുക്കുന്നത് തെറ്റാടാ. അത് ഈ ഉണ്ണിയപ്പം ആരാ നില ഉണ്ടാക്കിയത്? എന്റെ മുത്തശ്ശിയാ ഉണ്ടാക്കിയേ. ഓഹോ,